നേരം വല്ലാണ്ടിരുട്ടി. അത്താഴം അമേരിക്കയ്ക്ക് കൊണ്ടുപോകണമെന്നാ ഡോക്ടർമാര് പറയണത്. കേട്ടില്ലേ? ഉവ്വ്. എന്താ കുഞ്ഞുണ്ണിയാരുടെ അഭിപ്രായം? എന്ന് ചോദിച്ചാ കൊണ്ടുപോവുക തന്നെയാ വേണ്ടെന്ന എന്റെ അഭിപ്രായം. അല്ല, അതിനിപ്പോ ഇവിടുന്ന് പോണോന്നില്ലല്ലോ. രാജിക്കുഞ്ഞുണ്ട്, ജോൺ സാറുണ്ട്, കൊണ്ടുപോവാൻ അവര് മതിയല്ലോ. നല്ലതേ വരൂ. എല്ലാറ്റിനും അതൊരു പരിഹാരമാവുമെന്ന് എന്റെ മനസ്സ് പറയണു. അത്താഴം എന്താ പിണങ്ങിയോ? പിണങ്ങിയിട്ടല്ല, കുട്ടി വല്ലാതെ പേടിച്ചു. പേടിച്ചത് നമ്മളല്ലേ. അമേരിക്കയിലൊക്കെ ഇതൊന്നും വലിയ കാര്യാവില്ല. പക്ഷെ അവിടെയുള്ളവരുടെ മനക്കരുത്ത് ബാക്കിയുള്ളവർക്കില്ലല്ലോ. പോയി കിടന്നോളൂ. സാരമില്ല കേട്ടോ. താൻ കഞ്ഞി കുടിച്ചില്ലേ? വിശപ്പ് തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ശക്തിയുള്ള മരുന്നുകളാ കഴിക്കണത്. ആഹാരം കൂടി വേണ്ടാന്ന് വെച്ചാൽ? കഴിച്ചു. വിശദമായിട്ടൊരു ചെക്കപ്പ് വേണമെന്നാ ഡോക്ടർമാര് പറയണത്. അതിന് അമേരിക്കയിൽ പോണോ അത്രേ. കുഞ്ഞുണ്ണിയാരുടെയും അഭിപ്രായം തന്നെയാ. പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ ഈ പടി കയറിയതാ. അന്നു തൊട്ട് ഇന്ന് വരെ ഉണ്ണിയുടെ അച്ഛന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് ആദ്യമായിട്ട് പറയുക, 10-15 വർഷമായിട്ട് മനസ്സിലിരുന്ന് വിങ്ങണ കാര്യ. എനിക്ക് നമ്മുടെ മോനെ ഒന്ന് കാണണം. വേണ്ട, എനിക്കെവിടെയും പോണ്ട. മനസ്സിന് ഇഷ്ടമില്ലാതെ ആർക്കും തോറ്റു കൊടുക്കണ്ട. സുഭദ്രകുട്ടി, ഇതില് തോൽവിയുടെയും ജയത്തിന്റെയും പ്രശ്നമൊന്നുമില്ല. അമേരിക്കയിലല്ല, ചന്ദ്രമണ്ഡലത്തിലേക്ക് ഞാൻ തന്റെ അസുഖം ഭേദമാവെന്ന് വെച്ചാൽ. എനിക്ക് താനല്ലേ ഉള്ളൂ. എന്തിനാ കരയണത്? സങ്കടം കൊണ്ടല്ല ഞാൻ കരയണത്.
എന്താടോ നോക്കണത്? പ്രായാധിക്യം കൊണ്ട് പിടിക്കണ വടിയല്ല ഇത്. ദാ, ആഹാ. ചന്ദന. ആഹാ. താനെന്തിനാ ഡോക്ടർ പറയാണ്ട് രാവിലെ കുളിച്ചത്? എനിക്കിപ്പോ അസുഖമൊന്നുമില്ല. ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിച്ചു? കുഞ്ഞുണ്ണിയാരെ രാവിലെ അമ്പലത്തിൽ പറഞ്ഞയച്ചു. ആ. ആ, അപ്പൊ ഇറങ്ങിയിട്ട് വരാം. മുത്തശ്ശ, ഞാനും കൂടെ വരട്ടെ? വേണ്ട, കുട്ടി ഇവിടെ മുത്തശ്ശിയുടെ അടുത്തുണ്ടാകണം. കണ്ട ദിക്കിലൊന്നും അറിഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. കാര്യം ഇവിടെ ബോട്ടിലുണ്ട്. എന്താണോ കിടക്കാൻ? കാലത്തൊന്നും കഴിച്ചില്ലേ? കുഞ്ഞുണ്ണിയാരെ, വടക്കേപ്പറമ്പില് കണ്ണിമാങ്ങ ഉണ്ടാവോ? ഉണ്ട്. എന്നാ കുറച്ച് പറപ്പിച്ചോളൂ. ഉവ്വ്. കണ്ണിമാങ്ങ അച്ചാറിട്ടാല് നിന്റെ അച്ഛന് ഊണ് കഴിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇപ്പോഴേ അച്ചാറിട്ടാല് പോകുമ്പോഴേക്കും നല്ല രുചിയുണ്ടാവും. യെസ്. ആളുണ്ടോ അകത്ത്? പാർഡൺ? Can I meet Mr. John? യെസ്. മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്? രാജശേഖരൻ തമ്പി, ശ്രീമംഗലം. രാജശേഖരൻ. ശ്രീ? Tell him Thambi is here, okay? ഓക്കെ. Thank you. വെൽക്കം. മാറും. അല്ല, ഇത് ആരാ? തീരെ പ്രതീക്ഷിച്ചില്ല. പറഞ്ഞു. ഇപ്പൊ വരാം. ഓ, ഇങ്ങോട്ടിരിക്കാം. വയസ്സേ, ജോണിന് ലിജോ, ക്ലോസ് ദ ഡോർ പ്ലീസ്. അല്ല, ജോണിനെ എന്നോട് പരിഭവം ഉണ്ടാവുമെന്നറിയാം. പിന്നീട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നോക്കുമ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഏയ്, ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. അറിയില്ലേ, രാജന്റെ. ഓ, ആ, അപ്പൊ ഞാൻ വന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് ഫോൺ ചെയ്യാൻ കുട്ടിയുടെ വന്നിരുന്നല്ലോ. രാജിയെ ആ, വീട്ടില് പറയാണ്ടാ പോന്നതേ. കാണാണ്ടായപ്പോ എല്ലാരും പേടിച്ചു. സുഭദ്ര സ്വതവേ പരിഭ്രമക്കാരിയാണല്ലോ, ബോധം കിട്ടു. ഇങ്ങനെ കൂടെ കൂടെ ബോധക്കേട് വരണത് അത്ര നല്ല ലക്ഷണമല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റൊക്കെ വന്നു. ഒരു ചെക്കപ്പ് വേണം, അത് നാട്ടിൽ പോരാ, അമേരിക്കയിൽ തന്നെ വേണമെന്നാ അവരുടെയൊക്കെ അഭിപ്രായം. ജോൺ ലീവ് കഴിഞ്ഞു പോകുമ്പോ സുഭദ്രയെ കൂടെ കൊണ്ടുപോകണം. കുട്ടിയും കൂടെ ഉണ്ടാവും. അത് പറയാനാ ഞാൻ വന്നത്. ഞാൻ തിരിച്ചു പോകുന്ന കാര്യം ഒന്നും തീരുമാനിച്ചിട്ടില്ല. മകന് ഇവിടെ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ ശരിയാക്കണം. പിന്നെ വസ്തുവിന്റെ പേരിൽ ഒരു കേസുണ്ട്. ഓ, ലീവ് എക്സ്റ്റെൻഡ് ചെയ്തേ പറ്റൂ. ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോ അത് ഉടനെ വേണ്ടതല്ലേ? അതെ, അതാണല്ലോ പ്രശ്നം. ഇപ്പൊ എന്താ ഒരു വഴി? പാസ്പോർട്ടൊക്കെ ഞാൻ ശരിയാക്കാം. അമേരിക്കന്ന് ഒരു സ്പോൺസർഷിപ്പ് വേണം, വിസ വേണം. ജോൺ ഒരു കാര്യം ചെയ്താൽ മതി. രാജനെ വിളിച്ച് വിവരം പറയണം. സുഭദ്രയുടെ അവസ്ഥ ഇതാണെന്ന് പറയണം. ഒന്നുകിൽ വന്നു കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആരെയെങ്കിലും കൂട്ടി അങ്ങോട്ട് അയക്കാം. ജോൺ സംസാരിച്ചിട്ട് വിവരം എന്നെ അറിയിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടാണ് അയക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് അറിയിക്കാം. ആ, കുട്ടികളെയും കൂട്ടി ഒരു ദിവസം അക്കരയ്ക്ക് വരണം. മേഴ്സി, അല്ല, കുട്ടികളെയും കൂട്ടിട്ടേ. ഉവ്. ആ, കുടിക്കാൻ ഒന്നും വേണ്ട. വീട്ടിൽ ഇറങ്ങിയാ പിന്നെ ഒന്നും കഴിക്കുക പതിവില്ല. വാടോ. ഓ. ആ,
രാജനോട് സംസാരിക്കുമ്പോ ഇതൊക്കെ ജോണിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ മതി. ഓ ഓ ഓ